everyone, welcome back to Silent Learning. അക്ഷയ് സാർ ആണ്. ഒരുപാട് മക്കള് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആക്ടിവിറ്റി ബേസ്ഡ് സെഷൻ. അതേ മക്കളെ, ആക്ടിവിറ്റി ബേസ്ഡ് സെഷനുമായിട്ടാണ് സാർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ലൈഫ് പ്രോസസ്സസ് എന്ന നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റർ ആണ് ലൈഫ് പ്രോസസ്സസ്. അതിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്യും. വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ചിട്ടയോടുകൂടി, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക എന്നത് നിർബന്ധം. സോ ഒട്ടും സമയം വൈകിക്കാതെ, ഒട്ടും ലേഗാക്കാതെ നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ കുട്ടികളെ. ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു പോകും. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകും. ഓരോ ലൈനും നമ്മൾ പറഞ്ഞു പോകും. അതാണ് നമ്മുടെ ആവശ്യം. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ഒരു പോട്ടഡ് പ്ലാന്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പോട്ടഡ് പ്ലാന്റ്, ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു പോട്ടഡ് പ്ലാന്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പോട്ടഡ് പ്ലാന്റിന്റെ ലീവ്സ് എങ്ങനെയായിരിക്കണം? വേരിഗേറ്റഡ് ലീഫ് ആയിരിക്കണം. ക്രോട്ടൺ പോലെ, കണ്ടോ, മണി പ്ലാന്റ് അല്ലെങ്കിൽ ക്രോട്ടൺ പോലെ വേരിഗേറ്റഡ് ലീഫ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വേരിഗേറ്റഡ് ലീഫ്? നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു വേരിഗേറ്റഡ് ലീഫാണ്. എന്തുകൊണ്ടാണ് ഇത് വേരിഗേറ്റഡ് ലീഫ് എന്ന് പറയുന്നത്? വേരിഗേറ്റഡ് ലീഫിന്റെ പ്രത്യേകത കംപ്ലീറ്റ് ഗ്രീൻ അല്ല. സാധാരണ നമ്മൾ ലീഫിനെ കുറിച്ച് പറയുമ്പോൾ ഗ്രീൻ കളറാണ് ലീഫ് എന്നാണ് പറയാറ്. എന്നാൽ കുട്ടികളെ, വേരിഗേറ്റഡ് ലീഫിന്റെ പ്രത്യേകത ചില ഭാഗങ്ങളിൽ പാച്ചസ് ഓഫ് ഗ്രീൻ കാണും, ചില ഭാഗങ്ങളിൽ നോൺ ഗ്രീൻ ആയിരിക്കും. അപ്പൊ ഗ്രീനർ ഏരിയാസും നോൺ ഗ്രീൻ ഏരിയാസും ഉള്ള ഇലകൾ വേരിഗേറ്റഡ് ആണ്. കിട്ടിയോ? വേരിഗേറ്റഡ് ലീഫ്. ശരി, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ പ്ലാന്റിനെ, ഈ പോട്ടഡ് പ്ലാന്റിനെ ഡാർക്ക് റൂമിൽ വെക്കണം. എന്തിനാണ് ഡാർക്ക് റൂമിൽ വെക്കുന്നത് മക്കളെ? ഡാർക്ക് റൂമിൽ വെക്കുന്നതിന്റെ കാരണം ആ ചെടിയിൽ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡ്, ഓൾറെഡി അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർച്ച് യൂസ് ചെയ്യാനാണ്. ഓൾറെഡി അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർച്ചിന് യൂസ് ചെയ്യാനാണ് ഡാർക്ക് റൂമിൽ വെക്കുന്നത്. സോ അതാണ് മക്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഓൾ ദി സ്റ്റാർച്ച് ഗെറ്റ് യൂസ്ഡ് അപ്പ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അതിന് നമ്മൾ വിളിക്കുക ഡീസ്റ്റാർച്ചിങ് എന്നാണ്. എന്താണ് വിളിക്കുക? ഡീസ്റ്റാർച്ചിങ്. ഓൾറെഡി അതിലുള്ള സ്റ്റാർച്ച് എല്ലാം യൂസ് ചെയ്ത് കളയണം. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് ഡാർക്ക് റൂമിൽ നമ്മൾ ഒരു 3 ദിവസം നമ്മൾ വെക്കുന്നതിന്റെ പ്രധാന കാരണം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നീട് എന്ത് ചെയ്യണം? നമ്മൾ ആ പ്ലാന്റിനെ സൺലൈറ്റിൽ കൊണ്ടുപോയി വെക്കണം. ഒരു 6 മണിക്കൂർ നേരം. പ്രൊസീജിയർ നന്നായിട്ട് ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം 3 ദിവസം ഡാർക്ക് റൂമിൽ വെക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അതിനെ എടുത്ത് സൺലൈറ്റിൽ ഒരു 6 മണിക്കൂർ നേരം നമ്മൾ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് പ്ലക്ക് എ ലീഫ് ഫ്രം ദ പ്ലാന്റ്. അതിൽ നിന്ന് ഒരു ഇല നമ്മൾ എടുത്തു. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ഇമ്മീഡിയറ്റ്ലി അതിൽ ഗ്രീൻ ഏരിയാസും നോൺ ഗ്രീൻ ഏരിയയും ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ നമ്മൾ ട്രേസ് ചെയ്യണം. അതായത് നമ്മൾ ലീഫ് എടുത്തിട്ട് നമ്മുടെ ഒരു പേപ്പർ എടുക്കാം. ആ പേപ്പറിൽ ഇതേ ലീഫിന്റെ ഔട്ട്ലൈൻ നമ്മൾ വരച്ചു കൊടുക്കുന്നു, ട്രേസ് ചെയ്യുന്നു. എന്നിട്ട് ഗ്രീനർ ഏരിയ ഏതൊക്കെയാണെന്നുള്ള ആ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. പറഞ്ഞത് മനസ്സിലായോ? ഇത് ചെയ്യാമല്ലോ? ചെയ്യാം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ലീഫിനെ നമുക്കിന് സ്റ്റാർച്ച് ടെസ്റ്റ് ആണ് ചെയ്യാനുള്ളത്. നമ്മളെ ലീഫിനെ ആദ്യം ബോയിലിംഗ് വാട്ടറിൽ പ്ലേസ് ചെയ്യുന്നു. തിളച്ച വെള്ളത്തിൽ ആ ലീഫിനെ കൊണ്ടുപോയി ഇടുക. ലീഫ് കുറച്ച് റിജിഡ് ആയിരിക്കും, കുറച്ച് എന്തായിരിക്കും, കുറച്ച് നല്ല റിജിഡ് ആയിരിക്കും. ആ ലീഫിനെ നമ്മൾ ബോയിലിംഗ് വാട്ടറിൽ കൊണ്ടുപോയി ഇടും. ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം, ഫ്യൂ മിനിറ്റ്സ് നമ്മൾ ബോയിലിംഗ് വാട്ടറിൽ കൊണ്ടുപോയി ഇടും. ബോയിലിംഗ് വാട്ടറിൽ കൊണ്ടുപോയിട്ട് എന്താ സംഭവിക്കുക? അത് സോഫ്റ്റ് ആവും. ആ ലീഫ് സോഫ്റ്റ് ആവും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ബോയിലിംഗ് വാട്ടറിൽ കൊണ്ടുപോയിരുന്നാൽ ലീഫ് സോഫ്റ്റ് ആവും. ലീഫ് സോഫ്റ്റ് ആവാനാണ് ബോയിലിംഗ് വാട്ടർ കൊണ്ടുപോയിടുന്നത്. അപ്പൊ ലീഫ് സോഫ്റ്റ് ആയി. ഇനി എന്ത് ചെയ്യും? നമ്മള് ഇമേഴ്സ് ഇറ്റ് ഇൻ എ ബീക്കർ കണ്ടെയ്നിങ് ആൽക്കഹോൾ കണ്ടെയ്നിങ് ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടെയ്നിങ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ പ്ലേസ് ചെയ്താൽ മതി. അതായത് ഞാനിപ്പോ ജസ്റ്റ് ഒരു ഫിഗർ വരച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ആ ലീഫ്, വേരിഗേറ്റഡ് ലീഫ് ഉണ്ടല്ലോ, ആ വേരിഗേറ്റഡ് ലീഫ്, ഇതാണ് വേരിഗേറ്റഡ് ലീഫ് എന്ന് വിചാരിക്കാം. നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞ ആ വേരിഗേറ്റഡ് ലീഫാണ്. ബോയിൽ ചെയ്ത് കഴിഞ്ഞ വേരിഗേറ്റഡ് ലീഫ്. അപ്പൊ വേരിഗേറ്റഡ് ലീഫ് എന്താണെന്നുള്ളത് വീണ്ടും ഞാൻ പറയേണ്ട കാര്യമില്ല. ഗ്രീനറും നോൺ ഗ്രീൻ ഏരിയയും ഉണ്ട്. അപ്പൊ ഈ ലീഫിന് യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നറിയോ? നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന കാര്യം, ഞാൻ അതിന്റെ ടൂൾസ് ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഒറ്റ സെക്കൻഡ്. വേണ്ട, ഞാൻ വരക്കാം, അതായിരിക്കും ബെറ്റർ.
നോക്കിക്കേ കുട്ടികളെ, ഞാനൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കും. ടെസ്റ്റ് ട്യൂബ് സംഭവം ഇത്രേ ഉള്ളൂ, ഒരു ടെസ്റ്റ് ട്യൂബ്. ഇത് ടെസ്റ്റ് ട്യൂബാണ്, ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, കാണാലോ ടെസ്റ്റ് ട്യൂബ്. ഈ ടെസ്റ്റ് ട്യൂബിൽ ആൽക്കഹോൾ എടുക്കണം. ആൽക്കഹോൾ, ടെസ്റ്റ് ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് ആൽക്കഹോൾ. ഇത് ആൽക്കഹോൾ ആണ്, ആൽക്കഹോൾ ആണ്. ഓക്കെ, ടെസ്റ്റ് ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് ആൽക്കഹോൾ. ഇനി എന്താ ചെയ്യാം? ഈ ടെസ്റ്റ് ട്യൂബ് വിത്ത് ആൽക്കഹോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യാം? ഒരു ബീക്കർ എടുക്കും. ഒരു ബീക്കർ കേട്ടോ, ബീക്കർ. ഈ ബീക്കറിൽ വെള്ളമുണ്ട്. ഈ ബീക്കറിൽ വെള്ളമുണ്ട്. ഈ ബീക്കറിൽ എന്തുണ്ട്? വെള്ളം, വാട്ടർ ഉണ്ട്. വാട്ടർ കാണാലോ, ബീക്കറിൽ വാട്ടർ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ബീക്കർ മക്കളെ, ഈ ബീക്കറിനെ നമ്മൾ ചൂടാക്കി, ഹീറ്റ് എനർജി കൊടുത്തു, ഹീറ്റ് സപ്ലൈ ചെയ്തു, ഹീറ്റ് എനർജി, ഹീറ്റ് സപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ബീക്കർ നമ്മൾ ചൂടാക്കാണ്. ബീക്കർ കണ്ടെയ്നിങ് വാട്ടർ നമ്മൾ ചൂടാക്കുമ്പോൾ ഈ വെള്ളം തിളക്കും, വെള്ളം ബോയിലോ. ഈ വെള്ളത്തിൽ നിന്ന് ചൂട് നേരെ എങ്ങോട്ട് പോകും? വെള്ളത്തിൽ നിന്ന് ചൂട് നേരെ ഈ ആൽക്കഹോളിലേക്ക് പോകും. ശരിയല്ലേ? ഈ വെള്ളത്തിൽ നിന്ന് ചൂട് നേരെ ആൽക്കഹോളിലേക്ക് പോകും. മക്കൾ നന്നായി ശ്രദ്ധിക്കുക, വെള്ളത്തിൽ നിന്ന് ചൂട് നേരെ ആൽക്കഹോളിലേക്ക് പോയി. അപ്പൊ ആൽക്കഹോൾ ചൂടാവും. അപ്പൊ ആൽക്കഹോൾ ചൂടാവുന്ന അവസ്ഥയിൽ ആക്ച്വലി എന്ത് സംഭവിക്കാം? ഈ ഇലയിലെ കളർ നേരെ, ഈ ഗ്രീൻ കളർ നേരെ എങ്ങോട്ട് പോകും? ആൽക്കഹോളിലേക്ക് പോകും. ഇലയുടെ ഗ്രീൻ കളർ നേരെ ആൽക്കഹോളിലേക്ക് പോകും. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ ലീഫിന്റെ കളർ എല്ലാം നഷ്ടപ്പെടും. അപ്പൊ ലീഫ് കളർലെസ് ആയിട്ട് മാറും. ലീഫ് കളർലെസ് ആയിട്ട് മാറും. എന്നാൽ ആൽക്കഹോള് ആ ഗ്രീനിഷ് കളറിലേക്ക് വരാൻ ശ്രമിക്കും. കാരണം ആ ഇലയിലെ കളറൊക്കെ ആൽക്കഹോളിലേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു കാരണവശാലും ആൽക്കഹോൾ കണ്ടെയ്നിങ് ലീഫിനെ ഡയറക്ട്ലി നമ്മൾ ഫ്ലെയിമിൽ വെക്കൂല. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആൽക്കഹോൾ കണ്ടെയ്നിങ് ലീഫ്, അല്ലെ, ആൽക്കഹോൾ ഇൻ വിച്ച് ലീഫ് ഈസ് ഇമേഴ്സ്ഡ്. അപ്പൊ ആ ടെസ്റ്റ് ട്യൂബിനെ നേരിട്ട് ഫ്ലെയിമിൽ കൊടുക്കൂല. ബിക്കോസ് ആൽക്കഹോൾ ഈസ് ഹൈലി ഫ്ലെയിമബിൾ. നമുക്കറിയാം ഇതിനകത്ത് ആൽക്കഹോൾ അല്ലേ മക്കളെ? ഇതിനകത്ത് ആൽക്കഹോളാ. ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് എന്താ ഉള്ളത്? ആൽക്കഹോളാ. അത് നേരിട്ട് നമ്മൾ ഫ്ലെയിമിൽ കൊടുത്തു കഴിഞ്ഞാൽ തീ പിടിക്കാനും ബേൺ ഉണ്ടാവാനൊക്കെ കാരണവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യില്ല, നമ്മൾ വാട്ടർ ബാത്താണ് ചെയ്യുന്നത്. അപ്പൊ ഈ ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ തിളച്ച വെള്ളത്തിൽ മുക്കി വെക്കുകയോ ചെയ്യാം. അപ്പൊ തിളച്ച വെള്ളത്തിനുള്ള ചൂടാണ് ഇവിടെ കിട്ടുക, അല്ലാതെ ഡയറക്ട്ലി നമുക്ക് ഫ്ലെയിമിൽ കൊടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോളൂ. കെയർഫുള്ളി പ്ലേസ് ദി എബവ് ബീക്കർ ഇൻ വാട്ടർ ബാത്ത് ആൻഡ് ഹീറ്റ് ടിൽ ദി ആൽക്കഹോൾ ബിഗിൻ ടു ബോയിൽ. അപ്പൊ ആൽക്കഹോൾ ബോയിൽ ആവുന്നത് വരെ, ഈ ആൽക്കഹോൾ ബോയിൽ ആവുന്നത് വരെ നമ്മൾ ഇത് ചൂട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു പോയിന്റിൽ വാട്ടർ ബോയിൽ ആവുന്നുണ്ട്, വാട്ടർ ചൂടാവുന്നുണ്ട്, ആൽക്കഹോൾ ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞു കളർ ഓഫ് ദ ലീഫ് എന്താവും? കളർ ഓഫ് ദ ലീഫ് കളർലെസ് ആവും. ലീഫ് കളർലെസ് ആവും. ആൽക്കഹോള് കളർ കിട്ടുകയും ചെയ്യും. ആൽക്കഹോളിൽ ആ സൊല്യൂഷൻ കളർ കിട്ടുകയും ചെയ്യും. നൗ ഡിപ്പ് ദ ലീഫ് ഇൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് അയഡിൻ ഫോർ ഫ്യൂ മിനിറ്റ്സ്. എന്നിട്ട് ആ ലീഫ് നമ്മൾ പുറത്തെടുക്കണം. അതായത് ഈ ലീഫ് നമ്മൾ പുറത്തെടുത്തു. നമ്മളൊരു പെട്രി ഡിഷ്, ഒരു പാത്രം എടുത്തു. ആ പാത്രത്തിൽ നമ്മൾ ആ ലീഫിനെ നമ്മൾ എടുത്തു കേട്ടോ. ആ ലീഫിനെ നമ്മൾ എടുത്തു. എന്നിട്ട് ഈ ലീഫിലേക്ക് അയഡിൻ സൊല്യൂഷൻ ഇട്ടിച്ചു കൊടുത്തു. ലീഫിലേക്ക് അയഡിൻ സൊല്യൂഷൻ ഇട്ടിച്ചു കൊടുത്തു. അപ്പൊ അയഡിൻ സൊല്യൂഷൻ ഇട്ടിച്ചു കൊടുത്തപ്പോൾ എന്താ കണ്ടത്? നേരത്തെ നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട് പേപ്പറിൽ. ആ പേപ്പറുമായിട്ട് നമ്മൾ ലീഫിനെ കമ്പയർ ചെയ്യാം. നമ്മൾ നേരത്തെ തന്നെ ഈ ലീഫിന്റെ ഒരു ചിത്രം ട്രേസ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. ഇതവിടെ നമ്മൾ പറയുന്നുണ്ട്, ട്രേസ് ചെയ്ത് വെക്കുന്നുണ്ട്. പേപ്പർ നമ്മൾ ട്രേസ് ചെയ്ത് വെക്കുന്നുണ്ട്, ഇതവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അതുമായി കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ലീഫിൽ ഗ്രീനർ ആയിട്ടുള്ള ഏരിയാസ്, നേരത്തെ ലീഫിൽ ഗ്രീനർ ആയിട്ട് കണ്ട ഏരിയാസ് ഇപ്പോൾ ലീഫിന്റെ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം, അതായത് അയോഡിൻ ഉറ്റിച്ചതിന് ശേഷം അവിടെ ബ്ലൂ ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ഗ്രീനർ ആയിട്ട് കണ്ട ഭാഗത്തെല്ലാം ബ്ലൂ ബ്ലാക്ക് കളറ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ ഉണ്ട്. അപ്പൊ അതാണ് ആക്ച്വലി സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് സൂചിപ്പിക്കുന്നത്. ഒരു പർട്ടിക്കുലർ തിങ്ങില് സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അതിൽ അയഡിൻ ഉറ്റിക്കുമ്പോൾ അത് ബ്ലൂ ബ്ലാക്ക് കളറിലേക്ക് മാറുകയാണ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് എക്സാക്ട്ലി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഗ്രീനർ ഏരിയാസ് അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആൽക്കഹോളിൽ വെച്ച് നമ്മൾ വാട്ടർ ബാത്ത് ചെയ്യുമ്പോൾ ലീഫ് കളർലെസ് ആവും, ക്ലോറോഫിൽ ആൽക്കഹോളിലേക്ക് ഡിസോൾവ് ആവും, ആൽക്കഹോൾ ഗ്രീൻ ആവും. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം അതായിരുന്നു. ഇവിടെ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഹാപ്പൻ ടു ദ കളർ ഓഫ് ദ ലീഫ്, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ആൽക്കഹോൾ സൊല്യൂഷൻ.
അപ്പൊ കളർ ഓഫ് ദ ലീഫ് കളർലെസ് ആവും, ആൽക്കഹോളിന്റെ കളർ ഗ്രീൻ ആവും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ ഏരിയ എന്തായിട്ട് മാറും? ഡാർക്ക് ബ്ലൂ. എന്തുകൊണ്ട്? ഗ്രീൻ ഏരിയയിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. ഇറ്റ് ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. കളർലെസ് പാർട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്റ്റാർച്ച് ഫോം ചെയ്യില്ല. ബ്ലൂ ബ്ലാക്ക് ഫോം ചെയ്ത ഭാഗത്ത് സ്റ്റാർച്ച് ഉണ്ട് എന്നാണ് അത് മനസ്സിലാക്കുന്നത്. ദ ബ്ലൂ കളർ ഇൻ ഗ്രീൻ ഏരിയ ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. കളർലെസ് പാർട്ട് ഓഫ് ദ ലീഫ് ഷോ നോ ഫോർമേഷൻ ഓഫ് സ്റ്റാർച്ച്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കിട്ടിയോ മക്കളെ? കിട്ടിയോ? അപ്പൊ സ്റ്റാർച്ച് ഉള്ള ഭാഗം ബ്ലൂ ബ്ലാക്ക് കളറിലേക്ക് മാറും. അതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. നിങ്ങൾ മനസ്സിലായോ? രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടെസ്റ്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേണം എന്ന് തെളിയിക്കുന്ന ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി ടു പ്രൂവ് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പൊ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടന്നാൽ ചെടിയുടെ ഇലയിൽ തീർച്ചയായിട്ടും സ്റ്റാർച്ച് ഉണ്ടാവണം. അപ്പൊ നമ്മൾ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യണം. എല്ലാത്തിലും സ്റ്റാർച്ച് ടെസ്റ്റ് കോമൺ ആണ്. അപ്പോൾ ആക്ച്വലി CO2 ഇസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ആക്ച്വലി ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ സ്റ്റാർച്ച് ഫോം ചെയ്യും ഇലയിൽ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് സെറ്റപ്പിലേക്ക് വരാം. 2 ഹെൽത്തി പോട്ടഡ് പ്ലാന്റ്സ് നമ്മൾ എടുക്കും. 2 ഹെൽത്തി പോട്ടഡ് പ്ലാന്റ്സ് സിമിലർ സൈസ് എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവരെ ഡാർക്ക് റൂമിൽ വെക്കും. അതൊക്കെ നോർമൽ പ്രൊസീജിയർ ആണ്. ഡാർക്ക് റൂമിൽ വെക്കുന്നത് എന്തിനാണ്? ഡീസ്റ്റാർച്ച്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. എന്തിനാണ് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ ആ പ്ലാന്റിനെ 3 ദിവസം ഇരുട്ടുള്ള മുറിയിൽ വെക്കുന്നത്? ഡീസ്റ്റാർച്ചിങ്. എന്താണ് ഡീസ്റ്റാർച്ചിങ്? ചെടിയിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർച്ചിനെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് വെക്കണം. കാരണം നമ്മളൊരു ആക്ടിവിറ്റി പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് മുന്നോടി അതിലുള്ള സ്റ്റാർച്ച് എല്ലാം അത് യൂസ് ചെയ്യട്ടെ. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് 3 ദിവസം നമ്മൾ ഡാർക്ക് റൂമിൽ പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ 2 ചെടിയെയും സെപ്പറേറ്റ് ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ വെക്കുന്നു. എന്നിട്ട് ശ്രദ്ധിക്കുക, പ്ലേസ് എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ബൈ സൈഡ് ഓഫ് വൺ ഓഫ് ദ പ്ലാന്റ്. അപ്പൊ 2 പ്ലാന്റ് ഉണ്ട് നമുക്ക്. ആ 2 പ്ലാന്റിൽ ഒരു പ്ലാന്റ് ഇവിടെ എ എന്ന് പറയുന്ന പ്ലാന്റ്, ഇത് ബി ആണ്. അപ്പൊ എ എന്ന് പറയുന്ന പ്ലാന്റിന്റെ കൂട്ടത്തിൽ ഒരു വാച്ച് ഗ്ലാസിൽ ഒരു കെമിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. എന്നാൽ ഇവിടെയോ ഇതിനകത്ത് നമ്മൾ വാച്ച് ഗ്ലാസോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ഒന്നുമില്ല. ഇത് അടച്ചു വെച്ചിരിക്കുകയാണ് ബെൽ ജാർ ഉപയോഗിച്ചുകൊണ്ട്. രണ്ടും അടച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്? പുറത്തുനിന്ന് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എയറുമായിട്ട് ഈ പ്ലാന്റിന് കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല. അതാണ് ലക്ഷ്യം. പുറത്തുള്ള എയർ പ്ലാന്റുമായിട്ട് യാതൊരു കാരണവശാലും കോണ്ടാക്റ്റിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇതേപോലുള്ള ഒരു ബെല്ല് ജാറിന്റെ അകത്താണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. മനസ്സിലായോ? എന്നാൽ ഈ KOHന്റെ പ്രത്യേകത എന്താ? പുള്ളിക്കാരന്റെ പ്രത്യേകത, റോൾ ഓഫ് KOH എന്താ? KOH എന്ന് പറയുന്ന ആള് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്ന ആളാണ്. KOH, NaOH ഇതൊക്കെ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാൻ പ്രോപ്പർട്ടി ഉള്ള ആളുകളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയാണ്. കവർ ബോത്ത് പ്ലാന്റ് വിത്ത് സെപ്പറേറ്റ് ബെൽ ജാർ. എന്നിട്ട് വാസലിൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ അടിവശം നന്നായിട്ട് സീൽ ചെയ്യണം. 2ന്റെയും അടിവശം നന്നായിട്ട് സീൽ ചെയ്യണം. കാരണം ഇതിലേ കൂടി ഒന്ന് എയർ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. അതാണ് ലക്ഷ്യം. അടിവശത്ത് കൂടി ഒന്ന് എയർ ഉള്ളിലേക്ക് ഒരു കാരണവശാലും കടക്കരുത്. അതുകൊണ്ട് തന്നെ അടി നല്ല വശത്ത് സീൽ ചെയ്ത് വെക്കണം. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? എയർ ടൈറ്റ് ആക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈ പ്ലാന്റ് സൺലൈറ്റ് കൊണ്ടുപോയി വെക്കും. കാരണം ഫോട്ടോസിന്തസിസ് നടക്കണം, സൺലൈറ്റ് വേണം. 2 ചെടിയെയും സൺലൈറ്റിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാർച്ച് ടെസ്റ്റ്. ഇതിന്ന് ഇല പറിക്കും. 2 ഇലയും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർച്ച് ടെസ്റ്റിന് വിധേയമാക്കും. ബോത്ത് ലീഫ് ഫ്രം പ്ലാന്റ് എ, ലീഫ് ഫ്രം പ്ലാന്റ് ബി, 2 ലീഫും സ്റ്റാർച്ച് ടെസ്റ്റിന് വിധേയമാക്കും. അപ്പൊ 2 ലീഫും സ്റ്റാർച്ച് ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഒന്നാമത്തെ ചെടിയുടെ ലീഫ് സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ
ബ്ലൂ ബ്ലാക്ക് കളറായി മാറില്ല. ബ്ലൂ ബ്ലാക്ക് കളറായി മാറില്ല. ഒന്നാമത്തെ ഇലയിൽ അയഡിൻ ഉറ്റിക്കുമ്പോൾ ബ്ലൂ ബ്ലാക്ക് കളർ ആവൂല. എന്നാൽ രണ്ടാമത്തെ ചെടിയിൽ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്ത് അയഡിൻ ഉറ്റിക്കുമ്പോൾ രണ്ടാമത്തെ ചെടി ബ്ലൂ ബ്ലാക്ക് കളർ ആവും. എന്തായിരിക്കും കാരണം? ഇവിടെ നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചപ്പോ ഈ ബെൽജാർ ഓൾറെഡി എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ നിന്ന് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ബെൽജാറിന്റെ അകത്തുള്ള കാർബൺ ഡയോക്സൈഡ് ആണ് പിന്നീടുള്ള ഹോപ്പ്. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ കാർബൺ ഡയോക്സൈഡ് വേണമല്ലോ. പക്ഷേ എ എന്ന് പറയുന്ന പ്ലാന്റില് ഓൾറെഡി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH ഉള്ളത് കൊണ്ട് അവിടെയുള്ള കാർബൺ ഡയോക്സൈഡിനെ ഒക്കെ തന്നെ ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറയുമ്പോൾ ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ബി എന്ന് പറയുന്ന ചെടിയുടെ ബെൽജാറിന്റെ അകത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അവർക്ക് സൺലൈറ്റും വാട്ടറും ഒക്കെ കിട്ടുന്നുണ്ട്. സോ അവർ ഫോട്ടോസിന്തസിസ് വിധേയമാവും, സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യും. ഫോട്ടോസിന്തസിന് വിധേയമായ സ്റ്റാർച്ച് ഉണ്ടാവണമെന്നല്ലേ? ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല, കാർബൺ ഡയോക്സൈഡ് ഇല്ല. എല്ലാ കാർബൺ ഡയോക്സൈഡിനെയും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വലിച്ചെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഇല്ല, ഫോട്ടോസിന്തസിസ് നടക്കില്ല. ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിൽ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇവിടെയോ കാർബൺ ഡയോക്സൈഡ് ലഭ്യം, എല്ലാം ലഭ്യമാണ്, സൺലൈറ്റ് ഒക്കെ ലഭ്യമാണ്. ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കും. ഇവിടെ ഫോട്ടോസിന്തസിസ് നടന്നാൽ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആയിരിക്കും. ഇവിടെ ബ്ലൂ ബ്ലാക്ക് കളറിലേക്ക് ലീഫ് കാണിക്കും, എന്നാൽ ഇവിടെ ബ്ലൂ ബ്ലാക്ക് കളർ ആവില്ല. മനസ്സിലാവുന്നുണ്ടോ? ദിസ് എക്സ്പെരിമെന്റ് പ്രൂവ് ദാറ്റ് carbon dioxide is necessary for photosynthesis. In the A setup, no carbon dioxide, so no photosynthesis. B setup, carbon dioxide gas is present, which is a vital part in photosynthesis. അപ്പോൾ ഇവിടെ ഫോട്ടോസിന്തസിസ് നടന്നു, സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കണ്ടോ? The amount of carbon dioxide affect the process and outcome of photosynthesis. ഫസ്റ്റ് കേസിൽ CO2 ഇല്ലാത്തപ്പോ ഫോട്ടോസിന്തസിസ് ഇല്ല, സ്റ്റാർച്ച് ഇല്ല. രണ്ടാമത്തേൽ ഉണ്ട്, അതാണ് പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3. ടേക്ക് 1 ml സ്റ്റാർച്ച് സൊല്യൂഷൻ ഇൻ 2 ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം. 2 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. സോ 2 ടെസ്റ്റ് ട്യൂബ് നമുക്ക് ആദ്യം ഒന്ന് വരച്ചു നോക്കാം. സോ ദിസ് ഈസ് ദ ടെസ്റ്റ് ട്യൂബ് 1. ഓക്കെ, ദിസ് ഈസ് ടെസ്റ്റ് ട്യൂബ് 2. അപ്പൊ 2 ടെസ്റ്റ് ട്യൂബിനെ ഞാൻ ലേബൽ ചെയ്യുന്നു. ദിസ് ഈസ് ടെസ്റ്റ് ട്യൂബ് 1 ആൻഡ് ദിസ് ഈസ് ടെസ്റ്റ് ട്യൂബ് 2. 2 ടെസ്റ്റ് ട്യൂബ്. അയ്യോ, 2 ടെസ്റ്റ് ട്യൂബ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടിലും 1 ml സ്റ്റാർച്ച് ഉണ്ട്. രണ്ടിലും 1 ml സ്റ്റാർച്ച്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ml സ്റ്റാർച്ച് അല്ലേ, കൊടുക്കാം. ഓക്കെ, രണ്ടിലും 1 ml സ്റ്റാർച്ച്. രണ്ടിലും 1 ml സ്റ്റാർച്ച്. 1 ml സ്റ്റാർച്ച് രണ്ടിലുണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? To take 1 ml starch solution in 2 test tube A and B. Add 1 ml saliva to the test tube A. Test tube A യിൽ മാത്രം 1 ml saliva കൂടി ആഡ് ചെയ്യണം. ടെസ്റ്റ് ട്യൂബ് 1 മാത്രം, A അല്ല 1 ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, ടെസ്റ്റ് ട്യൂബിന്റെ പേര് AB ആണ് കേട്ടോ. ടെസ്റ്റ് ട്യൂബിന്റെ പേര് AB ആക്കുന്നുണ്ട്. ടെസ്റ്റ് ട്യൂബിന്റെ പേര് AB എന്നാക്കുന്നുണ്ട്. A ആൻഡ് ദിസ് ഇസ് ടെസ്റ്റ് ട്യൂബ് B. AB എന്നാക്കുന്നുണ്ട്. അപ്പൊ A എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബില് പിന്നീട് എന്താ ആഡ് ചെയ്യുന്നത്? 1 ml സലൈവ. 1 ml സലൈവ കൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിലേക്ക് 1 ml സലൈവ കൂടി ആഡ് ചെയ്തു. A എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബില് സ്റ്റാർച്ച് സൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ 1 ml സലൈവ കൂടി ആഡ് ചെയ്തു. അത് ബിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. 20 മുതൽ 30 മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിനുശേഷം നമ്മൾ add a few drop of dilute iodine solution to the test tube. അതിനുശേഷം നമ്മൾ ചെയ്തത് ഇതിൽ രണ്ടിലും അയഡിൻ സൊല്യൂഷൻ ഒറ്റിച്ചു കൊടുത്തു. അയഡിൻ ഇവിടെയും അയഡിൻ. എന്താ സംഭവിക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ? എന്ത് സംഭവിക്കും? 2 ടെസ്റ്റ് ട്യൂബിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക? നമുക്കത് നോക്കാം. എന്താ സംഭവിക്കുക? ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് നമ്മുടെ കേസ് എ
ടെസ്റ്റ് ട്യൂബ് എന്റെ കേസ് എടുക്കാണ്. ആ ടെസ്റ്റ് ട്യൂബ് എന്റെ കേസിൽ ആദ്യം 1 ml, നന്നായി ശ്രദ്ധിക്കണം കുട്ടികളെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ടെസ്റ്റ് ട്യൂബ് എന്റെ കേസ് എടുക്കുമ്പോൾ ആദ്യം 1 ml നമ്മൾ നിറച്ചിരിക്കുന്ന സ്റ്റാർച്ച് ആണ് അല്ലെ. 1 ml സ്റ്റാർച്ച് ആദ്യം എടുത്തിരുന്നു. അതിലേക്ക് 1 ml സലൈവ കൂടി നമ്മൾ ആഡ് ചെയ്തു. ഇതല്ലേ ആദ്യം നമ്മൾ ചെയ്ത കാര്യം അല്ലെ. ആദ്യം നമ്മൾ ചെയ്ത കാര്യം 1 ml സ്റ്റാർച്ചിന് ഇവിടെ 1 ml സലൈവ ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സലൈവ എന്ന് പറയുന്നതിൽ സലൈവറി അമിലേസ് എന്ന എൻസൈം ഉണ്ട്. സലൈവയിൽ എന്തുണ്ടടാ? സലൈവറി അമിലേസ് എന്ന എൻസൈം ഉണ്ട്. സലൈവറി അമിലേസ് എന്താ ചെയ്യുക കുട്ടികളെ? സലൈവറി അമിലേസ് എന്താ ചെയ്യുക? സ്റ്റാർച്ചിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യും? സിമ്പിൾ ഷുഗർ ആയ മാൾട്ടോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. സിമ്പിൾ ഷുഗർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നിലവില് സലൈവയെ സ്റ്റാർച്ചിലേക്ക് ഉറ്റിച്ചു കൊടുത്താൽ യഥാർത്ഥ സലൈവയിലെ സലൈവറി അമിലേസ് ഈ സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്ത് മാൾട്ടോസ് ആക്കും. അപ്പൊ അയഡിൻ ഉറ്റിക്കുമ്പോ ഇവിടെ യാതൊരുവിധ കളർ ചേഞ്ചും ഉണ്ടാവില്ല. എന്നാൽ ടെസ്റ്റ് ട്യൂബ് ബി നോക്കാം. ടെസ്റ്റ് ട്യൂബ് ബി, കേസ് ഓഫ് ടെസ്റ്റ് ട്യൂബ് ബി. ടെസ്റ്റ് ട്യൂബ് ബിയില് 1 ml സ്റ്റാർച്ചിന്റെ കൂടെ നമ്മൾ സലൈവ ആഡ് ചെയ്യുന്നില്ല. പകരം അതിലേക്ക് അയോഡിൻ ആണ് ഉറ്റിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം സ്റ്റാർച്ചിൽ അയോഡിൻ ഉണ്ടെങ്കിൽ, സ്റ്റാർച്ചിൽ അയോഡിൻ ഉറ്റിച്ചാൽ സ്റ്റാർച്ച് ഉണ്ടാവുമ്പോൾ ഏത് കളറിലേക്കാണ് മാറുക? ബ്ലൂ ബ്ലാക്ക് കളറിലേക്ക് അത് മാറും. ബ്ലൂ ബ്ലാക്ക് കളറിലേക്ക് മാറും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് ട്യൂബ് ബിയിൽ കളർ ചേഞ്ച് ഉണ്ടാവും. ടെസ്റ്റ് ട്യൂബ് ബി ബ്ലൂ ബ്ലാക്ക് ആവും, കളർ ചേഞ്ച് ഉണ്ടാവും. എന്നാൽ ഇവിടെ കളർ ചേഞ്ച് ഉണ്ടാവില്ല. ടെസ്റ്റ് ട്യൂബ് എയിൽ കളർ ചേഞ്ച് ഇല്ല, ടെസ്റ്റ് ട്യൂബ് ബിയിൽ കളർ ചേഞ്ച് ഉണ്ടാവും. ടെസ്റ്റ് ട്യൂബ് എയില് എന്തില്ല? സ്റ്റാർച്ച് ഇല്ല. ടെസ്റ്റ് ട്യൂബ് ബിയിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. ടെസ്റ്റ് ട്യൂബ് എയിലെ സ്റ്റാർച്ച് എന്തായിട്ട് മാറി? മാൾട്ടോസ് ആയി മാറി. അപ്പൊ ഇവിടെ അയോഡിൻ ഉറ്റിച്ചാലും കളർ ഉണ്ടാവില്ല. എന്നാൽ ടെസ്റ്റ് ട്യൂബ് ബിയിൽ ഓൾറെഡി അതിന് സ്റ്റാർച്ച് ആണ്, അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അയോഡിൻ ഉറ്റിക്കുമ്പോൾ അത് ബ്ലൂ ബ്ലാക്ക് കളർ ചേഞ്ച് കാണിക്കും. ഓൺ അഡീഷൻ ഓഫ് സലൈവ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്റ്റാർച്ച് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ സ്റ്റാർച്ച് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? മാൾട്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം സലൈവയിലെ എൻസൈം സലൈവറി അമിലേസ് ആണ്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം എഴുതാൻ പറ്റണം നിങ്ങൾക്ക്. അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ. അടുത്ത ആക്ടിവിറ്റി പ്രൂവ് ചെയ്യുന്നത് എക്സ്ഹെയിൽഡ് എയർ നമ്മൾ പുറത്തേക്ക് വിടുന്ന എക്സ്ഹെയിൽഡ് എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എക്സ്പെരിമെന്റ് സെറ്റപ്പ് നോക്കിക്കേ. 2 ടെസ്റ്റ് ട്യൂബ് ഫിൽഡ് വിത്ത് ലൈം വാട്ടർ. ഇവിടെയും ലൈം വാട്ടർ ഉണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് എയില് പിച്കാരി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ ബൈക്കിനും ഫുട്ബോളിനൊക്കെ കാറ്റടിക്കാറില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. ഇവിടെ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ അറ്റ്മോസ്ഫിയറിക് എയർ ഇതിനകത്തേക്ക് കയറും, പിസ്റ്റൺ അതിനെ പുഷ് ചെയ്യും. അപ്പൊ അറ്റ്മോസ്ഫിയറിക് എയർ ആണ് ഇതിലേക്ക് വരിക. പിച്കാരി നമ്മൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നാൽ അറ്റ്മോസ്ഫിയറിക് എയർ ആണ് എവിടേക്ക് വരുന്നത്? ലൈം വാട്ടറിലേക്ക് വരുന്നത്. രണ്ടാമത്തെ കേസിൽ വി ആർ ബ്ലോവിങ്, നമ്മൾ ഇതിലേക്ക് ഊതി കൊടുക്കുകയാണ്, ബ്ലോ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? ബ്ലോയിങ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അവർ എക്സെയിൽഡ് എയർ. ഓക്കെ, എക്സെയിലിംഗ് ആണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? എക്സെയിൽഡ് എയർ ആണ് ഇതിനകത്തേക്ക് വരുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എക്സെയിൽഡ് എയർ ആണ് ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെയാണെങ്കിലോ, ഇവിടെ നമ്മൾ അറ്റ്മോസ്ഫറിക് എയർ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും പറയാണ്. ലൈം വാട്ടർ അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈം വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം കളർലെസ് ആണ്. എന്നാൽ ലൈം വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാൽ നിറമായിട്ട് മാറും, മിൽക്കി ആയിട്ട് മാറും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ടു ലൈം വാട്ടർ മീൻസ് ലൈം വാട്ടർ ടേൺസ് മിൽക്കി, പാൽ നിറമായിട്ട് മാറും. എന്നാൽ ഇവിടെ ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും ലൈം വാട്ടർ മിൽക്കി ആവും, യാതൊരു സംശയമില്ല. ലൈം വാട്ടർ 2 കേസിലും മിൽക്കി ആവും. എന്നാൽ ഇതിൽ ഏതിലായിരിക്കും പെട്ടെന്ന് മിൽക്കി ആവുക? പെട്ടെന്ന് മിൽക്കി ആവുന്നത് എയിലാണോ ബിയിലാണോ?
തീർച്ചയായിട്ടും പെട്ടെന്ന് മിൽക്കി ആവുക ബിയിലാണ്. ടെസ്റ്റ് ട്യൂബ് ബി, ലൈം വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ ടെസ്റ്റ് ട്യൂബ് ബി will turn milky fastly compared to ടെസ്റ്റ് ട്യൂബ് എ. അപ്പൊ ടെസ്റ്റ് ട്യൂബ് എനേക്കാളും, അതൊക്കെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ടെസ്റ്റ് ട്യൂബ് എനേക്കാളും ടൈം കൂടുതൽ, പെട്ടെന്ന് മിൽക്കി ആവുക ടെസ്റ്റ് ട്യൂബ് ബി ആ. കാരണം നമ്മൾ എക്സൈൽ ചെയ്യുന്ന എയറിൽ ഏകദേശം ഒരു 4% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എന്നാൽ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിങ്ങൾക്ക് അറിയാം 0.04% കാർബൺ ഡൈ, 0.03 to 0.04% കാർബൺ ഡൈ ഓക്സൈഡാ. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് 0.04% അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു 100 മടങ്ങാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഉള്ളത്. സോ മോർ കാർബൺ ഡൈ ഓക്സൈഡ് മീൻസ് ഫാസ്റ്റ് ആയിട്ട് മിൽക്കി ആവും. സോ ഇവിടെയാണ് മോർ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്നത്. സോ മോർ പെട്ടെന്ന് മിൽക്കി ആവും. എന്നാൽ ഇവിടെ കുറച്ച് സമയം എടുത്തിട്ട് എന്ത് ചെയ്യും, മിൽക്കി ആവും. ഇതെന്താ പ്രൂവ് ചെയ്യുന്നത്? എക്സൈൽഡ് എയറിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്നാണ് അത് പ്രൂവ് ചെയ്യുന്നത്. എക്സൈൽഡ് എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത് ബ്ലോയിങ് ഇമ്മീഡിയറ്റ്ലി ടേൺ ലൈം വാട്ടർ മിൽക്കി. നമ്മൾ ബ്ലോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ലൈം വാട്ടർ മിൽക്കി ആവും. അതിന്റെ കാരണം എന്താ നോക്കിക്കോ, സിറിഞ്ച് അല്ലെങ്കിൽ പിച്കാരി ഉപയോഗിച്ചാൽ മിൽക്കി ആവും, പക്ഷെ ടൈം എടുക്കും. അതിന്റെ കാരണം എന്താ? നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എയറിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് കമ്പയർ ടു ദി അറ്റ്മോസ്ഫിയറിക് എയർ, അല്ലെ? ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എയറിൽ ഞാൻ പറഞ്ഞു 4% ഒക്കെ ഉണ്ട്. എന്നാൽ അറ്റ്മോസ്ഫിയറിക് എയറിൽ 0.04% ആണ്. അപ്പൊ അത്രത്തോളം കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സൈൽഡ് എയറിലുണ്ട്. അതുകൊണ്ട് ബ്ലോ ചെയ്യുമ്പോൾ ലൈം വാട്ടർ പെട്ടെന്ന് മിൽക്കി ആവുന്നു. അതായത് നമ്മുടെ കേസിൽ ടെസ്റ്റ് ട്യൂബ് ബി പെട്ടെന്ന് എന്ത് ചെയ്യും, മിൽക്കി ആവും. അതിലുള്ള ലൈം വാട്ടർ പെട്ടെന്ന് മിൽക്കി ആവുന്നു. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം, അടുത്തൊരു ആക്ടിവിറ്റി. ടേക്ക് സം ഫ്രൂട്ട് ജ്യൂസ് ഓർ ഷുഗർ സൊല്യൂഷൻ and add some yeast to this. Take this mixture in a test tube fitted with one holed cork. Fit the cork with a bent glass tube. Dip the free end of the glass tube into test tube containing freshly prepared lime water. What change is observed in the lime water? Okay, നമുക്ക് ഇത് ചെയ്ത് നോക്കാം. അപ്പോ ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ, ഇത് ഏതാണ് എടുക്കാം? ഞാൻ ഷുഗർ സൊല്യൂഷൻ എടുക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ടെസ്റ്റ് ട്യൂബ് ഈ ടെസ്റ്റ് ട്യൂബിൽ എന്താ ഇട്ടിട്ടുള്ളത്? എന്താ ഉള്ളത് ടെസ്റ്റ് ട്യൂബിൽ? എന്താ ഉള്ളത്? ടെസ്റ്റ് ട്യൂബിൽ ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ ആണ്. ഷുഗർ സൊല്യൂഷൻ. ഈ ഷുഗർ സൊല്യൂഷനിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഏതാ? ഈസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെ? ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് ട്യൂബിന്റെ അകത്തേക്ക് മാറ്റുന്നതിന് മുന്നേ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഈസ്റ്റ് കൂടി അവിടെ ഉണ്ട്. ഓക്കെ, ഇതിൽ എന്തുണ്ട്? ഇതിൽ ഈസ്റ്റ് കൂടി ഉണ്ട്. ഷുഗർ സൊല്യൂഷന്റെ കൂടെ ആരുമുണ്ട്? ഷുഗർ സൊല്യൂഷൻ മാത്രമല്ല, ഷുഗർ സൊല്യൂഷന്റെ കൂടെ ഈസ്റ്റ് ഉണ്ട്. യൂണിസെല്ല ഫഞ്ചൈ ആണ് ഈസ്റ്റ് ഉണ്ട്. ശരി, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ടെസ്റ്റ് ട്യൂബിന്റെ അറ്റത്ത് ഒരു കോർക്ക് ഉണ്ട്. ഓക്കെ, എന്തുണ്ട്? ഒരു കോർക്ക് ഉണ്ട്. പക്ഷെ വൺ ഹോൾഡ് കോർക്കാണ്. ഒരു ഹോൾ ഉണ്ട്. ആ കോർക്കിൽ ഒരു ഹോൾ ഉണ്ട്. ആണ് വൺ ഹോൾഡ് കോർക്ക് എന്ന് പറയുന്നത്. കോർക്കാണ്, പക്ഷെ അതിൽ ഒരു ഹോൾ ഉണ്ട്. പുറത്തേക്ക് ഒരു ഹോൾ ഉണ്ട്. ഓക്കെ, ആ ഹോളിലൂടെ ഒരു ബെൻഡ് ട്യൂബ് പാസ് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു ബെൻഡ് ട്യൂബ് പാസ് ചെയ്യുന്നത് നമുക്ക് വരച്ചു നോക്കാം.
ഓക്കെ, ഒരു ട്യൂബ് ഉണ്ട് അവിടെ, ഗ്ലാസ് ട്യൂബ്, ബെൻഡ് ഗ്ലാസ് ട്യൂബാണ്. ഓക്കെ, ഒരു ബെൻഡ് ഗ്ലാസ് ട്യൂബാണ് അവിടെ ഉള്ളത്. പിന്നെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഗ്ലാസ് ട്യൂബ്. ബെൻഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ആ ഗ്ലാസ് ട്യൂബ്, ഒരു ബെൻഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ആ ബെൻഡ് ഗ്ലാസ് ട്യൂബ് ഫ്രീ എൻഡ് എന്ത് ചെയ്യണം? ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടറിലേക്ക് കൊടുക്കണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഫ്രീ എൻഡ് ഈ ഫ്രീ എൻഡ് എന്ന് പറയുന്നത് മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് കൊടുക്കാം. മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് കൊടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ ഉണ്ടാവും. ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ. ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നമുക്ക് ആ ഒരു കോർക്ക് അത്യാവശ്യമാണ്. ഇവിടെ നമുക്ക് ആ കോർക്ക് വേണം. ഇവിടെ കോർക്ക് വേണം. നോക്കിക്കോ, ആ കോർക്ക് നമ്മളിവിടെ പ്ലേസ് ചെയ്യണം. 1 ഹോൾഡ് കോർക്ക് ഇവിടെ വേണം. കാരണം ഇവിടെയും അറ്റ്മോസ്ഫിയറിക് എയർ ഇതിനകത്ത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മളത് കംപ്ലീറ്റ് ആ കോർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അടച്ചു വെക്കണം. ഓക്കെ, ഇതാണ് സെറ്റപ്പ്. സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? ഇവിടെ ഷുഗർ സൊല്യൂഷനിലാണ് ഈസ്റ്റ് ഉള്ളത്. അപ്പൊ ഷുഗർ സൊല്യൂഷനിൽ ഈസ്റ്റ് ഉണ്ടാകുമ്പോൾ ഈസ്റ്റ് എനേറോബിക് റെസ്പിറേഷൻ വിധേയമാവും. എനേറോബിക് റെസ്പിറേഷൻ അല്ലെ? എനേറോബിക് റെസ്പിറേഷൻ, എനേറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷന് വിധേയമാവും. അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ? ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? ഈഥൈൽ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും, പ്ലസ് CO2 ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ഈ ട്യൂബ് ഉള്ളതുകൊണ്ട് ഈ ട്യൂബിലെ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇങ്ങനെ കടന്നു പോകും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇങ്ങനെ പോകും. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതിങ്ങനെ കടന്ന് ഈ ഗ്ലാസ് ട്യൂബിലേക്ക് കൂടി ഇങ്ങനെ ഗ്ലാസ് ട്യൂബിലേക്ക് കൂടി ഇങ്ങനെ പോയി നേരെ ഗ്ലാസ് ട്യൂബിലേക്ക് കൂടി കാർബൺ ഡൈ ഓക്സൈഡ് ഇതിലേക്ക് ലൈം വാട്ടറിലേക്ക് വരും. കാർബൺ ഡൈ ഓക്സൈഡ് വന്നു കഴിഞ്ഞാൽ ലൈം വാട്ടർ എന്തായിട്ട് മാറും? പാൽ നിറം, മിൽക്കി ആയിട്ട് മാറും. ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ലൈം വാട്ടർ എന്തായിട്ട് മാറും? മിൽക്കി ആയിട്ട് മാറും. സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ് അല്ലേ? അതല്ലേ? നോക്കിക്കേ, എയർ ടേക്കൺ ത്രൂ ദ ട്യൂബ് മേക്സ് ലൈം വാട്ടർ മിൽക്കി. അപ്പൊ ഇവിടുന്ന് വരുന്ന എയർ അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന ഗ്യാസ് ലൈം വാട്ടറിനെ മിൽക്കി ആക്കുന്നു. അപ്പൊ ആ ഗ്യാസ് എന്താണ്? ഗ്യാസ് എന്ന് പറയുന്നത് CO2 ആണ് അല്ലെ? CO2 ആണ്. കാരണം ഇവിടെ ഫെർമെന്റേഷൻ, അനേറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷനിലൂടെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആൽക്കഹോളും CO2 ആണ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ട്യൂബിലൂടെ ഇങ്ങനെ കടന്നു പോയി ഈ ബെൻഡ് ട്യൂബിലൂടെ വന്ന് ഇവിടെ നമ്മളെ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലെ ലൈം വാട്ടറിലേക്ക് വന്നാൽ ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ഇത്രേ ഉള്ളൂ. നിസ്സാരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്.
അടുത്ത ആക്ടിവിറ്റി ഇത് നമുക്ക് ജസ്റ്റ് ഒന്നും പറയാനുള്ള കാര്യമുള്ളൂ. ഫിഷസ് ഇൻ അക്വേറിയം നമ്മൾ നോക്കാം. അത് ബ്രീത്ത് ചെയ്ത് നമുക്ക് കാണാം. അതിന്റെ ഒപ്പർക്കുലം, അതായത് അതിന്റെ മൗത്തും അതുപോലെ തന്നെ അതിന്റെ ഗിൽസിലിട്ട് ഒപ്പർക്കുലം തുറക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. വെള്ളത്തുള്ളിലേക്ക് എടുക്കുന്നു, ഒപ്പർക്കുലം വഴി വെള്ളം റിലീസ് ചെയ്യുന്നു. അപ്പൊ ഗിൽസിൽ നിന്ന് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. അപ്പൊ ആക്ച്വലി അവിടെ ഒരു കോർഡിനേഷൻ ഇല്ലേ എന്നാ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കോർഡിനേഷൻ ഉണ്ട്. ആ ഓപ്പണിംഗ് ഓഫ് ദ മൗത്ത്, ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് ഒപ്പർക്കുലം, ഇത് തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നിങ്ങളോട് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങളൊരു അക്വേറിയത്തിൽ നോക്കിയിട്ട് മീനിന് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആ മീൻ എത്ര തവണ വായ തുറക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര തവണ വായ തുറക്കുന്നു, അടക്കുന്നു, വായ തുറക്കുന്നു, ആ ടൈം നോക്കാം. ഈ വായ തുറക്കുന്നു പറഞ്ഞാൽ വെള്ളത്തുള്ളിലേക്ക് എടുത്ത് ഡിസോൾഡ് ഓക്സിജനെ എടുക്കാനാണ്. ഗിൽസ് വഴി ഡിസോൾഡ് ഓക്സിജനെ അബ്സോർബ് ചെയ്യാനാണ് അത് ഉദ്ദേശിക്കുന്നത്. കാരണം ഫിഷസിന് ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ ആണ്. ഇനി കമ്പയർ ദിസ് വിത്ത് നമ്പർ ഓഫ് ടൈം യു ബ്രീത്ത്. നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്ന ടൈമുമായിട്ട് കമ്പയർ ചെയ്യാം. ഏതായിരിക്കും ഫാസ്റ്റർ? ഫിഷസിന്റെ റെസ്പിറേറ്ററി റേറ്റ് ആയിരിക്കും ഫാസ്റ്റർ. ഫിഷസിന്റെ ബ്രീത്തിങ് റേറ്റ് ആണ് ഫാസ്റ്റർ. ഇത് നിങ്ങൾ തിയറി ആയിട്ടും പഠിക്കുന്നുണ്ട്. ഫിഷസിന്റെ ബ്രീത്തിങ് റേറ്റ് കൂടുതലായിരിക്കും കമ്പയർ ടു ദി ഹ്യൂമൻ ബീങ്. കാരണം ഈ ഫിഷസ് ഡിസോൾഡ് ഓക്സിജൻ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ടെറസ്ട്രിയൽ ആനിമൽസ് അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്നുള്ള ഓക്സിജൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ കേസുമായി കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൽ ഡിസോൾഡ് ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ധാരാളം ഓക്സിജൻ ഉണ്ട്, 21% ഉണ്ട്. എന്നാൽ വെള്ളത്തിൽ ഡിസോൾഡ് ഓക്സിജൻ അളവ് കുറവാണ്. സോ അവരുടെ ബോഡിയിൽ എനർജി റിക്വയർമെന്റ് മീറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായ ഓക്സിജൻ കിട്ടണമെങ്കിൽ അവർ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ഫിഷസിൽ ബ്രീത്തിങ് റേറ്റ് ഫാസ്റ്റർ ആയിരിക്കും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അടുത്ത ആക്ടിവിറ്റി, വിസിറ്റ് എ ഹെൽത്ത് സെന്റർ ഇൻ യുവർ ലൊക്കാലിറ്റി, ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ നോർമൽ റേഞ്ച് ഓഫ് ഹിമോഗ്ലോബിൻ കണ്ടന്റ് ഇൻ ഹ്യൂമൻ ബീങ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. 40 മനുഷ്യനിൽ ആണാണെങ്കിൽ 14 to 17 gram per 100 ml, വിമണിൽ 12 to 15 gram per 100 ml, ചിൽഡ്രനിലാണെങ്കിൽ 11 to 16 gram per 100 ml ആണ്. ഇനി ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ അടുത്ത ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് വരാം. ഈസ് ദ സെയിം ഫോർ ചിൽഡ്രൻ ആൻഡ് അഡൽട്ട്? അല്ലെ, ചിൽഡ്രനിലും അഡൽട്ടിലും സെയിം ആണോ? ഒരിക്കലും അല്ല. ചിൽഡ്രനും അഡൽട്ടിലും സെയിം അല്ലല്ലോ. നമ്മൾ പറഞ്ഞു, നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ അഡൽട്ടിൽ വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 12 to 17 എന്ന് പറയാം. ഇത് ആവറേജ് എടുക്കുമ്പോൾ. ചിൽഡ്രനിലേക്ക് വരുമ്പോൾ 11 to 16 ആണ് വരുന്നത്. അപ്പോൾ എക്സാക്ട്ലി എന്തല്ല, ഹീമോഗ്ലോബിന്റെ റേറ്റ് അല്ലെങ്കിൽ അത് പറയുന്ന അളവ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താ? അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു മെന്നിലും വുമണിലും ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഉണ്ട്. അതല്ല നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞേ. മെന്നിലും വുമണിലും ചേഞ്ച് ഉണ്ട്. മെന്നിലാണെങ്കിൽ 14ന്റെയും 17ന്റെയും ഇടയിലാണ്. ഇത് 100 ml ബ്ലഡിന്റെ കാര്യമാണ് പറയുന്നത്. 100 ml ബ്ലഡില് 14 to 17 gram ആകുമ്പോൾ വുമണില് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. 12 to 15 gram ആണ് 100 ml വരുന്നത്. ഇനി അടുത്ത ചോദ്യം ആനിമൽസിന്റെ കേസിലാണ് ചോദിക്കുന്നത്. ഒരു വെറ്റിനറി ക്ലിനിക്കിലേക്ക് പോയിട്ട് അവിടുത്തെ ബഫലോ അല്ലെങ്കിൽ കൗവിന്റെ ഹീമോഗ്ലോബിൻ കണ്ടന്റ് എത്രയാണ്, ആ നോർമൽ റേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ 100 ml തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നു 10.4 to 16.4 gram per 100 ml ആണ്. ഓക്കെ. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? കമ്പയർ ദ ഡിഫറൻസ് സീൻ ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഹ്യൂമൻ ബീങ്. ആനിമൽസിനെയും നമ്മളെയും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമണിൽ സാധാരണ രീതിയിൽ ആനിമൽസിനേക്കാളും കൂടുതലാണ്. നിങ്ങൾക്ക് കാണാം 10.4 to 16.4 ആണ്. എന്നാൽ മനുഷ്യന്റെ റേഞ്ച് പറയുമ്പോൾ 12 to 17 ഒക്കെ വരുന്നുണ്ട്. അപ്പം സാധാരണഗതിയിൽ ആനിമൽസിനേക്കാളും ഹീമോഗ്ലോബിൻ കണ്ടന്റ് കൂടുതലാണ് മനുഷ്യർക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഹൗ വുഡ് ദ ഡിഫറൻസ് ഇഫ് എനി ബി എക്സ്പ്ലെയിൻഡ്? ഈ ഡിഫറൻസിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നമുക്കറിയാം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്സിജൻ അഫിനിറ്റി കൂടുതലുള്ള ഒരു മോളിക്യൂളാണ്, അല്ലെങ്കിൽ ഓക്സിജൻ അഫിനിറ്റി കൂടുതലുള്ള പിഗ്മെന്റ് ആണ്. ഓക്സിജനെ മാക്സിമം നമ്മുടെ സെല്ലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പിഗ്മെന്റ്. മനുഷ്യർക്ക് കൂടുതലാണെന്ന് പറയാൻ കാരണം അവർക്ക് കൂടുതൽ ഓക്സിജന്റെ ആവശ്യകത ഉണ്ടാവാം. വേരിയസ് ബയോളജിക്കൽ നീഡ്സിനനുസരിച്ചിട്ട് ഓക്സിജന്റെ ആവശ്യകതയ്ക്കനുസരിച്ചിട്ട് ഹീമോഗ്ലോബിന്റെ കണ്ടന്റിൽ വ്യത്യാസം ഉണ്ടാവാം. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ആക്ടിവിറ്റി നമ്പർ 8. ടേക്ക് 2 സ്മോൾ പോട്ട്സ് ഓഫ് അപ്രോക്സിമേറ്റ്ലി സെയിം സൈസ്. ഇത് നമ്മൾ സെയിം സൈസിലേക്ക് എടുക്കാൻ പറയുന്ന കാരണം യൂണിഫോമിറ്റി ഉണ്ടാക്കാനാണ്. 2 പോട്ട് എടുക്കുക, ഒരേ സൈസ്, ഹാവിങ് സെയിം എമൗണ്ട് ഓഫ് സോയിൽ. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം.
നമുക്ക് ആദ്യം 2 പോട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓഫ് സെയിം സൈസ്. 2 പോട്ട് ഒരേ സൈസിലുള്ള 2 പോട്ട് എടുക്കണം. ഇറക്കാനാ ബുദ്ധിമുട്ട്. ക്ലോൺ ഓക്കെ. രണ്ട് പോട്ട് നമ്മൾ എടുക്കാണ്. 2 പോട്ട്. നോക്കിയാൽ 2 പോട്ടാണ്. 2 പോട്ട്. ഓക്കെ, അതേപോലെ ഇവിടെയും വരക്കട്ടെ. 2 പോട്ട്. ഓക്കെ, ഓക്കെ. 2 പോട്ട് സെയിം സൈസുള്ള പോട്ടാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഓക്കെ, 2 പോട്ട് എടുത്തു. ഓക്കെ, 2 പോട്ട് എടുത്തു. ആ 2 പോട്ടിലും ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് അല്ലെങ്കിൽ സോയിൽ എടുക്കണം. ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് സോയിൽ. ഈ 2 പോട്ടിലും ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് സോയിൽ നമ്മൾ എടുത്തു. സെയിം ക്വാണ്ടിറ്റി ഓഫ് സോയിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഓക്കെ, സെയിം ക്വാണ്ടിറ്റി ഓഫ് സോയിൽ പ്ലേസ് ചെയ്തു. സെയിം എമൗണ്ട് ഓഫ് സോയിൽ. വൺ ഷുഡ് ഹാവ് എ പ്ലാന്റ് ഇൻ ഇറ്റ്. പ്ലേസ് എ സ്റ്റിക്ക് ഓഫ് സെയിം ഹൈറ്റ് ഓഫ് പ്ലാന്റ് ഇൻ അതർ. അതായത് ഒരു പോട്ടിൽ സപ്പോസ് ഇത് എ എന്ന് പറയുന്ന ചെടിച്ചട്ടി ആയിക്കോട്ടെ, പോട്ട് ആയിക്കോട്ടെ, ഇത് ബി ആയിക്കോട്ടെ. ആ എയിൽ എന്ന് പറയുന്നത്, എയിൽ നമ്മളൊരു പ്ലാന്റ് എടുത്തിട്ടുണ്ട്. എയിൽ നമ്മളൊരു പ്ലാന്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ ബിയില് പ്ലാന്റിന്റെ അതേ ഹൈറ്റിലുള്ള ഒരു സ്റ്റിക്ക്, പ്ലാന്റിന്റെ അതേ ഹൈറ്റിലുള്ള ഒരു സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. പ്ലാന്റിന്റെ അതേ ഹൈറ്റിലുള്ള സ്റ്റിക്ക്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്ലാന്റിന്റെ അതേ ഹൈറ്റിലുള്ള സ്റ്റിക്ക്. എന്നാൽ ഇത് പ്ലാന്റ് ആണ്. കഴിഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? കവർ ദ സോയിൽ ഇൻ ബോത്ത് പോട്ട് വിത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് സോ ദാറ്റ് മോയ്സ്ചർ കനോട്ട് എസ്കേപ്പ് ബൈ ഇവാപൊറേഷൻ. ഓക്കെ, അതായത് രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് സോയിലിൽ കംപ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. സോയിലിനെയും ആ പ്ലാന്റിനെയും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കവർ ചെയ്ത് വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവർ ദ സോയിൽ ഇൻ ബോത്ത് പോട്ട്സ് വിത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് സോ ദാറ്റ് മോയ്സ്ചർ കനോട്ട് എസ്കേപ്പ് ബൈ ഇവാപൊറേഷൻ. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സോയിലിനെ മാത്രം അതിൽ നിന്ന് കവർ ചെയ്യണം. നമ്മളൊന്ന് കവർ ചെയ്യണം. ഒരു പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ചുകൊണ്ട് സോയിലിനെ നമുക്ക് കളർ മാറ്റാം. സോയിലിനെ ഒന്ന് കവർ ചെയ്യണം. കാരണം സോയിലിൽ ഇവാപൊറേഷൻ മൂലം വാട്ടർ മുകളിൽ കളക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സോയിലിനെ നമ്മളൊന്ന് നന്നായിട്ട് കവർ ചെയ്യണം. 2 കേസിലും സോയിലിനെ നമ്മളൊന്ന് കവർ ചെയ്യണം. എന്നിട്ടൊരു പോളിത്തീൻ ബാഗ് ഉപയോഗിച്ചുകൊണ്ട് ഇത് രണ്ടും കവർ ചെയ്യാം. എന്നിട്ട് എന്താ പറയുന്നേ? ബ്രൈറ്റ് സൺലൈറ്റിൽ ഒരു അരമണിക്കൂർ നേരം വെക്കുക. അരമണിക്കൂറിൽ 1 മണിക്കൂർ ബ്രൈറ്റ് സൺലൈറ്റിൽ വെക്കാം. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഒരു അരമണിക്കൂർ 1 മണിക്കൂറിന് ശേഷം നല്ല സൺലൈറ്റിൽ നമ്മൾ വെച്ചിരിക്കുകയാണ് അല്ലെ? നല്ല സൺലൈറ്റിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നേരം ഈ സെറ്റപ്പ് നമ്മൾ സൺലൈറ്റ് വെച്ചിരിക്കുകയാണ്. അരമണിക്കൂർ 1 മണിക്കൂർ നേരം സൺലൈറ്റ് വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പോളിത്തീൻ ബാഗിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? വാട്ടർ
ഡ്രോപ്ലെറ്റ്സ് കാണാൻ പറ്റും. എന്നാൽ ഇതിൽ നിങ്ങൾക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒന്നും കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവിടെ പ്ലാന്റ് എയിൽ ആ വെയിലത്ത് വെച്ചപ്പോ പ്ലാന്റ് എയിൽ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലീഫിലൂടെ വാട്ടർ വേപ്പർ ആയിട്ട് നഷ്ടപ്പെട്ടു. അപ്പൊ ലീഫിൽ നിന്ന് വാട്ടർ വേപ്പർ ആയിട്ട് നഷ്ടപ്പെട്ടു പോകാൻ ഇവിടെ പുറത്ത് ബൗണ്ടറി പുറത്തേക്ക് പോകാൻ ഒരു സ്ഥലമില്ല. അപ്പൊ ഈ പോളിത്തീൻ ബാഗിൽ തട്ടി അവിടെ കണ്ടൻസ്ഡ് ആയിട്ട് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇവിടെ ഫോം ചെയ്യും. എന്നിട്ട് ഇവിടെ ഒരു ഡെഡ് ആയിട്ടുള്ള സ്റ്റിക്കാണ്. അതൊരിക്കലും ട്രാൻസ്പിരേഷൻ ഒന്നും ഇതേ ആവില്ലല്ലോ, ഡെഡ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവില്ല. സോയിൽ കവർ ചെയ്തുകൊണ്ട് സോയിലത്തെ വാട്ടർ ഡ്രോപ്ലെറ്റ് ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. എന്താ? ചെടികളിൽ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ആക്ടിവിറ്റി. There is difference in both cases. In the pot with the plant, water droplets are found in the plastic sheet. It is due to the condensation of water vapor released by transpiration. On the other hand, water droplets are not formed. അപ്പൊ നമ്മുടെ ഈ സ്റ്റിക്ക് വെച്ചെടുക്കാൻ നമുക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യില്ല. എന്നാൽ പ്ലാന്റിലെടുത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യും ബിക്കോസ് ഓഫ് ദ ട്രാൻസ്പിരേഷൻ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ലൈഫ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. സോ ഒരു 3/4 മണിക്കൂർ ഡ്യൂറേഷൻ എന്തായാലും ഇതിലുണ്ട്. സോ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ പ്രധാനമായ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരവസരത്തെ വീണ്ടും കാണാം. അതുവരേക്കും മിസ് അക്ഷയ് സൈനിങ് ഓഫ് ബൈ ആൻഡ് സ്റ്റേ സേഫ്.